അടുത്ത സീനിൽ ഡോക്ടർ ചായയെ കാണാമെന്ന് റാഹിയാണ് കാണിക്കുന്നത്. ദാമിയുടെ പേരൻസിനോട് റാഹിയെപ്പറ്റിയുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഡോക്ടർ ചായ ആണെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു അവളുടെ വരവ്. അതിനവൾ നന്ദി പറയാണ് ഡോക്ടർ ചായയോട്. നീ എൻ്റെ ജോലി എളുപ്പമാക്കി, അതുകൊണ്ട് അവരിനി ഒരിക്കലും ദാമിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ചെയർമാൻ തന്നെ ഇടപെട്ട് അവരെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് പുറത്തെന്തോ സൗണ്ട് കേട്ടിട്ട് അവരവിടെ ചെന്ന് നോക്കുന്നത്. അവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ചെയർമാൻ ബങ് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിൽ നിന്ന് കുറച്ച് ബോക്സസ് എടുത്ത് വെളിയിൽ വെപ്പിക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം റാഹിയോട് പറയാണ്, ഇതിൽ ഇത്ര ബോക്സ് നിനക്കുള്ളതാണ്. അതിൽ നിൻ്റെ ഡ്രാമയ്ക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള $20 മില്യൺ ഉണ്ട്. ചായ ഈ സമയം ബോക്സ് തുറന്ന് നോക്കുകയാണ്. അത് ഫുൾ പൈസയായിരുന്നു. ചെയർമാൻ ബങ് ഈ സമയം വേറെ കുറച്ച് ബോക്സുകൾ എടുത്ത് കാണിച്ചിട്ട് ഇതിൽ $30 മില്യൺ ഉണ്ട്. അത് ദാമിക്ക് വേണ്ടി എൻ്റെ ഗിഫ്റ്റാണ് എന്ന് പറയാണ്. റാഹിക്ക് പിന്നെ സന്തോഷിക്കാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടി, പിന്നെ ദാമിക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ എടുക്കാമല്ലോ എന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ട് അവൾ വളരെയധികം സന്തോഷിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കാണുന്ന ഡോക്ടർ ചായയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അടുത്ത സീനിൽ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ദോഹ്യൂക്കിനെ കാണാം. അവൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നേരെ ഒരു ക്ലബിലേക്കാണ് വരുന്നത്. ആ ക്ലബ്ബിൽ അവൻ്റെ അറിവിൽ ജിൻമോ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. അതുകൊണ്ട് ജിൻമോയെ അന്വേഷിച്ചാണ് അവൻ ആ ക്ലബിലേക്ക് എത്തിയിരുന്നത്. ദോഹ്യൂക്ക് അവിടെ വെച്ച് പെങ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണാനാണ്. അവൾ പറയാണ്, നിൻ്റെ അമ്മയും അനിയൻ ജേഹ്യൂക്കിനെയും ഞാൻ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നീ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യ്, ജിൻമോ ഉടനെ വരും എന്ന് പറയാണ്. അതേസമയം റാഹി നേരെ ഹൻമോനിയെ വന്ന് കണ്ടിട്ട് അവളുടെ കാർഡ് കൊടുക്കുകയാണ്. കാർഡ് കൊടുത്തിട്ട് പറയാണ്, നീ ഇതുവരെ നിൻ്റെ ഏജൻസി സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഏജൻസി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. എനിക്ക് നിന്നെ എൻ്റെ ഏജൻസിയിലേക്ക് എടുക്കാനായിട്ട് താല്പര്യമുണ്ട്. മോനെ ചോദിക്കുകയാണ്, എന്നെ തന്നെ നിങ്ങളുടെ ഏജൻസിയിലേക്ക് എടുക്കാനായിട്ട് എന്താണ് കാരണമെന്ന്. റാഹി പറയാണ്, ആ ഓഡീഷൻ്റെ സമയത്ത് പവർ കട്ട് പോയത് നീ പ്ലാൻ ചെയ്ത രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരിക്കും അന്ന് ആ ഒരു ഓഡിഷൻ്റെ സമയത്ത് പവർ കട്ടായത് ഹൻമോനയുടെ ഒരു പ്ലാൻ തന്നെയായിരുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ സാറേ തന്നെ മറ്റുള്ളവർ സെലക്ട് ചെയ്യുള്ളൂ എന്നൊരു ചിന്ത മോനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് അവളത് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഇംപ്രസീവായിട്ടുള്ള പെർഫോമൻസിൽ അവൾ സെലക്ട് ആവുകയും ചെയ്തിരുന്നു. മോനി ഈ സമയം ഇത് കേട്ട് വളരെയധികം സന്തോഷമാവുകയാണ്. അത് അവൾ ക്രൂക്കഡായിട്ട് ചെയ്ത ഒരു കാര്യം റാഹി അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത സീനിൽ ആ ഓഡിഷൻ്റെ ഡയറക്ടർ മോനിയെ വിളിപ്പിച്ചിട്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യം കാണിക്കുകയാണ്. ആ പോസ്റ്റിലുണ്ടായിരുന്നത് ഹൻമോനിയെ ഒരു കുഞ്ഞിന് ആ ഒരു പ്രായത്തിൽ ജന്മം നൽകിയിരുന്നു സ്കൂളിൽ വെച്ച് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ട് അവളെ പരമാവധി പറഞ്ഞു നോക്കുന്നുണ്ട് അവളല്ല എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഡയറക്ടർ പറയാണ്, ഈ ഒരു പോസ്റ്റിൽ പറയുന്ന പെൺകുട്ടി നീ അല്ല എന്ന് നിനക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഓഡിഷനിലെ സെലക്ഷൻ ക്യാൻസൽ ആവുന്നതാണെന്ന്. ഹൻമോനി ഇത് കേട്ടിട്ട് വളരെയധികം ദേഷ്യപ്പെടാണ്. അവൾ ആലോചിക്കുകയാണ്, അതായത് ഇത് ദാമിയുടെ പ്ലാൻ ആയിരിക്കും എന്ന് ആലോചിക്കുകയാണ്. ദാമി ചെയ്തതായിരിക്കും, കാരണം അവളെ ഉള്ളായിരുന്നല്ലോ ആ സമയത്ത്. അവൾക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി അറിവുണ്ടായിരുന്നുള്ളൂ. വളരെയധികം പേടിച്ച മോനി നേരെ ജിൻമോനെ പോയി കാണുകയാണ്. ജിൻമോ ഈ ന്യൂസ് അറിഞ്ഞ് വളരെയധികം ദേഷ്യത്തിലായിരുന്നു. കാരണം ഏത് വിധേനയും കേയുടെ പേര് ഇതിലേക്ക് വരാതെ നോക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. മോനി സമയം പറയാണ്, വേറൊന്നും നമ്മൾ മാറ്റണ്ട, ഹൻമോനി എന്ന പേരിന് പകരം ബങ് ദാമി എന്ന പേര് ആ ന്യൂസിലേക്ക് വന്നാൽ മതി. ഇത്രയും പറഞ്ഞിട്ട് ഹൻമോനി 2 വീഡിയോസ് ജിൻമോനെ കാണിക്കുകയാണ്. ഒന്നാമത്തെ വീഡിയോ അതായത് ദോഹ്യൂക്ക് സ്കൂളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആ ഒരു വീഡിയോയും പിന്നെ കാണിച്ചത് ദാമി ഹൻമോനിയുടെ കുഞ്ഞുമായിട്ട് ഓടിപ്പോകുന്ന ആ ഒരു വീഡിയോയും ആയിരുന്നു. ഇങ്ങനൊരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫാമിലി പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് അറിയാവുന്നത് കൊണ്ട് ജിൻമോ ചോദിക്കുകയാണ്, അതായത് ദാമിയുടെ ഫാമിലി എങ്ങനെയുള്ളവരാണെന്ന്. ഹൻമോനി സമയം പറയാണ്, അവളുടെ അഡോപ്റ്റീവ് പേരൻസ് ആണ്, അവരേതോ ഗ്രാമത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്, അവരൊരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളത്. ജിൻമോ അതിനുശേഷം ഓൺലൈൻ സ്ട്രീമേഴ്സായ യോങ് ജൂനെയും ഡൂവിനെയും പോയി കാണുകയാണ്. അവരോട് പറഞ്ഞ് ഈ ഒരു എവിഡൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ദാമിക്കെതിരെയുള്ള ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറയുകയാണ്. ദാമിയുടെ പേരിലുള്ള ഒരു ഫേക്ക് ന്യൂസ് ബോബിൾ ഇൻസിഡൻറ്റ് എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഒരു ഓൺലൈൻ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ അത്രയ്ക്ക് വിശ്വസനീയമായ രീതിയിലാണ് ആ ഒരു ഫേക്ക് ന്യൂസ് പടർത്തിയത്. അതുകൊണ്ട് തന്നെ അത് കണ്ട എല്ലാവരും തന്നെ ദാമിക്കെതിരെ തിരിയുകയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന മിസ്റ്റർ ലീ, അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ട പാടെ തന്നെ അദ്ദേഹം ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഈ സമയം ദാമിയുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറായ മിസ് ഗോയിനെ വിളിച്ചിട്ട് ദാമിയെ വിളിക്കുക, എനിക്ക് അവളോട് സത്യങ്ങൾ ചോദിക്കണം എന്ന് പറയാണ്. മിസ് ഗോ ഈ സമയം പറയാണ്, സത്യങ്ങൾ അവളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം, കാരണം ദാമി ആ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് മിസ് ഗോ അവിടെ വെച്ച് പറയാണ്. അവർ പറയാണ്, ദാമി സ്കൂളിലേക്ക് ന്യൂ സ്റ്റുഡൻ്റ് അല്ലേ, അവളിവിടുന്ന് വരുന്നതിന് മുന്നേ തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഇതിൻ്റെ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല, പെട്ടെന്ന് തന്നെ അവളിവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് എന്നാണ് മിസ് ഗോ പറയുന്നത്. ഇപ്പോഴാണ് നമ്മൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്.
മിസ് ഗോയ്ക്ക് എന്തുകൊണ്ടാണ് ദാമിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് ഇത്രയധികം ആഗ്രഹമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ മിസ് ഗോ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. മിസ് ഗോയുടെ ബോയ് ഫ്രണ്ട് ആ ഒരു സ്കൂൾ ബോർഡിൻ്റെ ചെയർമാൻ്റെ മകനായിരുന്നു. കൂടാതെ അയാൾ മാരീഡും കൂടിയായിരുന്നു. ഈ ഒരു പ്രഗ്നൻസിയുടെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ മിസ് ഗോയിനെ അയാൾ ഉപേക്ഷിക്കുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മിസ് ഗോയും അയാളും തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത് ദാമി അറിയാതെ അവിടെ വന്ന് പെട്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇതെല്ലാം കേൾക്കുകയാണ്. ദാമി ആ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവൾ ഒരിക്കലും ഇത് ആരോടും പറയില്ല, സീക്രട്ടായിട്ട് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ എങ്കിലും ദാമി ഇത് ആരോടെങ്കിലും പറഞ്ഞാലോ എന്നുള്ളൊരു പേടി കാരണമാണ് മിസ് ഗോ ആ ഒരു സിറ്റുവേഷൻ മുതലാക്കിക്കൊണ്ട് ദാമി അവിടുന്ന് പുറത്താക്കാനായി ശ്രമിക്കുന്നത്. അടുത്ത സീനിൽ ദാമിയെ വിളിച്ചിരുത്തി സ്കൂളിലെ അധികൃതരെല്ലാവരും ചോദ്യം ചെയ്യാണ്. ദാമി മാറി മാറി പറയുന്നുണ്ട് അത് അവളല്ല എന്നുള്ള കാര്യം. പക്ഷേ എന്നിട്ടും മോനിയുടെ പേര് അവൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ആ ഒരു ബോബിളുടെ ക്യാപ്പ് എടുത്ത് കൊടുത്തിട്ട്, ഈ ഒരു ക്യാപ്പ് ഞങ്ങൾക്ക് ആ ഒരു ആർട്ട് റൂമിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, ഇത് തന്നെയല്ലേ നല്ലൊരു എവിഡൻസ്, ഇത് നിൻ്റെ അല്ലേ എന്നൊക്കെ ചോദിച്ച് അവളെ വല്ലാണ്ടങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അവൾ പറയുന്നത് ആരും തന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഹൻമോനി ഈ സമയം രാഹിയുടെ ഏജൻസി ആയിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ്. കോൺട്രാക്റ്റിൽ ഹൻമോനിയുടെ വയസ്സ് 20 വയസ്സ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ട് രാഹി ചോദിക്കുകയാണ്, നീ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് അല്ലേ, പിന്നെ ഇങ്ങനെ നിൻ്റെ വയസ്സ് 20 എന്ന്. ഹൻമോനി പറയാണ്, ഞാൻ US-ലായിരുന്നു ഇതിന് മുമ്പ് പഠിച്ചിരുന്നത്, അവിടെ നിങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് ഹൈസ്കൂളിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കിപ്പം 20 വയസ്സ്, ശരിക്കും ഞാനിപ്പോൾ ഹൈസ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് എന്ന് പറയാണ്. അതേസമയം സസ്പെൻഷൻ കിട്ടിയ ദാമി വളരെയധികം സങ്കടപ്പെട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരമാണ് അവിടേക്ക് മിസ്റ്റർ ലീ ഓടി വരുന്നത് ദാമി അന്വേഷിച്ചിട്ട്. ദാമി ഈ സമയം മിസ്റ്റർ ലീയെ കണ്ടിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് വല്ലാണ്ട് ഇരുന്ന് കരയാണ്. മിസ്റ്റർ ലീ ഈ സമയം ആ ഒരു ഓൺലൈൻ സ്ട്രീമേഴ്സിൻ്റെ പേരിൽ കേസ് കൊടുക്കാമെന്ന് പറയുമ്പം ദാമി അത് സമ്മതിക്കുന്നില്ല. ഈ ഒരു കാര്യം ഞാനായിട്ട് തന്നെ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഇവർ ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ആ ഒരു സൈഡിലായിട്ട് ഒരു വാൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാനിൻ്റെ ഉള്ളിൽ യോങ്ജുവും ഡൂവും ഉണ്ടായിരുന്നു. അവർ ഈ ഒരു ദാമിയും അച്ഛനും കൂടി സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അത് വെച്ചിട്ട് എന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ. ജിൻമോ ഈ സമയം ദോഹ്യുക്ക് അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലബിലേക്ക് തന്നെ വരികയാണ്. ആ ഒരു ക്ലബിലെ ഒരാളുമായിട്ട് ജിൻമോ സംസാരിക്കുകയാണ്. അവൻ പറയാണ്, അതായത് എൻ്റെ ചെറി എൻ്റർടൈൻമെൻറ്റ് ഇപ്പം കങ്ങിൻ്റെ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. കൂടാതെ ദാമിയെ ഏത് രീതിയിലാണ് ഫേക്ക് ന്യൂസ് പറഞ്ഞ് പെടുത്തിയതെന്നും എന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാണ്. ഈ ഒരു സംസാരമൊക്കെ അപ്പുറത്ത് ദോഹ്യുക്ക് ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവനത് കേട്ടിട്ട് മനസ്സിലാവുകയാണ്, അതായത് ദാമിയെ അവൻ തെറ്റിദ്ധരിച്ചിരുന്നതാണ് ആ ഒരു ഹോട്ടലിലേക്ക് വന്നിരുന്നത് ദാമിയല്ല, പകരം ദാമി എന്ന് കരുതാനായിട്ട് മറ്റാരോ അവളെ കൊടുക്കാനായിട്ട് ചെയ്ത പണിയാണെന്ന് ദോഹ്യുക്കിന് ആ സമയത്ത് ബോധ്യമാവുകയാണ്. ജിൻമോ അതിനുശേഷം തനിയെ വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് ദോഹ്യുക്ക് അവിടെ വന്നിട്ട് ജിൻമോയെ എടുത്തിട്ട് അടിക്കുകയാണ്. ദോഹ്യുക്ക് ഈ സമയം ഒരു പെൻ റെക്കോർഡർ എടുത്തിട്ട് ജിൻമോയെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൺഫസ് ചെയ്ത് റെക്കോർഡ് ചെയ്യിപ്പിക്കുകയാണ്. ജിൻമോയുടെ കമ്പനി അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കങ്ങിനെ കൊടുക്കാനായിട്ട് ശ്രമിച്ചത് ജിൻമോ തന്നെയാണെന്ന് ജിൻമോ അതിൽ കൺഫസ് ചെയ്യുകയാണ്. കൂടാതെ ദാമിയെ എങ്ങനെ കുടുക്കിയെന്നും ഒക്കെ പറയാനായിട്ട് ദോഹ്യുക്ക് പറയുന്നുണ്ടെങ്കിലും അത് പറയുന്നതിന് മുന്നേ വന്ന് പങ്കി അവിടേക്ക് വന്നിട്ട് ദോഹ്യുക്കിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. കാരണം ജിൻമോയുടെ ആൾക്കാർ അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പങ്കി ദോഹ്യുക്കിനെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തിരുത്തിയിട്ട് നീ ഇവിടെ ഇരിക്കുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പം ആ ആൾക്കാർ പോയതിന് ശേഷം ഈ റെക്കോർഡർ പോലീസിൻ്റെ കയ്യിൽ സേഫായിട്ട് എത്തിക്കണം എന്ന് പറയുകയാണ്. അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ദോഹ്യുക്കിൻ്റെ അമ്മയും അനിയൻ ജേഹ്യുക്കിനെയും പങ്കി സേഫായിട്ട് സുരക്ഷിതമാക്കി ഇരുത്തിയിരുന്നത്. ദാമി ഈ സമയം കരഞ്ഞുകൊണ്ട് ഹൻമോനി ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഈ ഒരു ന്യൂസ് ഫേക്കാണെന്നും ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ഞാനല്ല നീയാണെന്നും തുറന്നു പറയാനായിട്ട് വളരെ സങ്കടപ്പെട്ട ദാമി അവിടെ ഇരുന്ന് പറയാണ്. പക്ഷേ ഹൻമോനി ഈ സമയം പറയാണ്, അതായത് എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, ഞാനിപ്പോൾ തന്നെ വളരെയധികം സ്ട്രെസ്സിലാണ്, ഇനി ഈ ഒരു ന്യൂസും കൂടി എനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. ഈ ഒരു സമയം നമുക്ക് ഹൻമോനിയുടെ വളരെ ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു സൈഡാണ് കാണാൻ സാധിക്കുന്നത്. ദാമി ഈ ഒരു സമയം വളരെയധികം സങ്കടത്തിൽ, അവൾക്ക് അന്നേരം മനസ്സിലാവുകയാണ് ആ ഒരു ബോബിൾ ക്യാപ്പ് എന്തുകൊണ്ടാണ് ഹൻമോനി വളരെ സ്നേഹത്തോടെ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നതെന്ന്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മോനിക്കെതിരെ ഈ ഒരു ന്യൂസുകളൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ദാമിയുടെ പേർക്ക് ആക്കാനായിട്ടായിരുന്നു അതെന്ന് ദാമിക്ക് മനസ്സിലാവുകയാണ്. ദാമി പറയാണ്, ഈ ഒരു കാര്യങ്ങൾ നീ ഉടനെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിൻ്റെ പേര് എല്ലാവരുടെ അടുത്തും പറയുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ദാമിയുടെ ഗ്രാൻഡ് പാ ഈ ഒരു ന്യൂസിൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ദാമിയും രാഹിയും കൂടി ഡോക്ടർ ചായയുടെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചിട്ട് ഡോക്ടർ ചായയോട് ദാമിയെ ഒന്ന് എക്സാമിൻ ചെയ്യാനായിട്ട് പറയാണ്. ഈ ഒരു ന്യൂസ് സത്യമാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമാവാനായിട്ടായിരുന്നു ആ ഒരു ടെസ്റ്റ്. പക്ഷേ ആ ഒരു ടെസ്റ്റിന് ശേഷം ഡോക്ടർ ചാ മിസ്റ്റർ ബങ്ങിനോട് പോയി പറയുന്നത് ദാമി തന്നെയാണ് ഒരു കുഞ്ഞിനെ ഡെലിവർ ചെയ്തത്,
അതെനിക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ ബോധ്യമായി എന്ന് പറഞ്ഞ് ഫേക്ക് റിപ്പോർട്ട്സ് മിസ്റ്റർ ബങ്ങിനെ കാണിക്കുകയാണ്. ഡോക്ടർ ചായ ഈ സമയം പറയാണ്, കുറച്ച് നാൾ മുന്നേ ഈ ദാമി എന്നെ വന്ന് കണ്ടിരുന്നു. അബോഷൻ്റെ കാര്യം സംസാരിക്കാനായിരുന്നു അത്. ഇപ്പോഴാണ് നമ്മളെ ആ ഒരു സീൻ കാണിക്കുന്നത്. സത്യത്തിൽ ഹൻമണിയായിരുന്നു ബങ്ദാമിയുടെ പേര് പറഞ്ഞിട്ട് ഡോക്ടർ ചായയെ സമീപിച്ചത് അബോഷന് വേണ്ടിയിട്ട്. പക്ഷേ അബോഷനുള്ള ടൈമൊക്കെ കഴിഞ്ഞു പോയിരുന്നു. ഡോക്ടർ ചായയ്ക്ക് മനസ്സിലായി ദാമിയുടെ പേര് ആ പെൺകുട്ടി വെറുതെ എടുത്തിടുന്നതാണെന്നുള്ളത്. പക്ഷേ ദാമി റാഹിയുടെ മകളായതുകൊണ്ട് തന്നെ അവരൊന്നും മിണ്ടാതെ അത് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു കാര്യം ഇപ്പോൾ ദാമിക്കെതിരെ അവർ പ്രയോഗിക്കുകയാണ്. ഇതേ സമയം ഹൻമണി അന്ന് ടെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു റിപ്പോർട്ട്സൊക്കെ ദാമിയുടെ പേരിലായതുകൊണ്ട് തന്നെ ആ ടെസ്റ്റ് റിപ്പോർട്ട്സൊക്കെ എടുത്തിട്ട് മിസ്റ്റർ ബങ്ങിനെ ഡോക്ടർ ചാ കാണിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് മിസ്റ്റർ ബങ്ങിന് തീരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ടെസ്റ്റ് റിപ്പോർട്ട്സ് കള്ളം പറയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. അവിടെ ഇരിക്കുന്ന വെള്ളമെടുത്ത് ദാമിയുടെ മുഖത്തോട്ട് ഒഴിച്ച് വളരെയധികം ദാമിയോട് ദേഷ്യപ്പെടുകയാണ്. ദാമി ഈ സമയം വളരെയധികം കരഞ്ഞ് പറയുന്നുണ്ട്, ഇത് ഞാനല്ല, ഇതൊന്നും സത്യമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ അവളെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കേട്ട് റാഹി പറയാണ്, ഡോക്ടർ ചായ എനിക്ക് വിശ്വാസമില്ല, ഞാൻ മോളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് റിപ്പോർട്ട്സ് കൊണ്ട് കാണിക്കാമെന്ന് പറയാണ്. ദാമി ഇത് കേട്ടിട്ട് വളരെയധികം കരഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിട്ട് കാണിക്കാം, സത്യം പ്രൂവ് ചെയ്ത് കാണിക്കാം എന്നൊക്കെ ഗ്രാൻഡ് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു മട്ടില്ലായിരുന്നു. വീണ്ടും ദാമി കരഞ്ഞ് പറയുന്നത് കണ്ടപ്പോൾ ഡോക്ടർ ചാ പെട്ടെന്ന് ആലോചിക്കുകയാണ്, ഇനി എങ്ങാനും ദാമി പറയുന്നത് മിസ്റ്റർ ബങ് വിശ്വസിച്ചാലോ എന്നോർത്തിട്ട് പെട്ടെന്ന് അവർ അവിടെ വേറൊരു കാര്യം പറയാണ്. അതായത് ഡോക്ടർ ചാ അവർ പ്രഗ്നൻ്റ് ആണെന്ന് പറയാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിലല്ല ഞാനിത് പറയേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ പറയാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾ ദാമിയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, ഞാനായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നേക്കാം എന്നൊക്കെ ഡോക്ടർ ചാ പറഞ്ഞിട്ട് മിസ്റ്റർ ബങ്ങിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് അന്നേരം പുതിയൊരു അനന്തരാവകാശിയെ കിട്ടിയല്ലോ എന്നോർത്തിട്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. ഇതേ സമയം യോങ്ജൂൺ ഡൂവും കൂടി ദാമിയുടെ അഡോപ്റ്റീവ് പേരൻസിൻ്റെ വീട്ടിലേക്ക് അവരില്ലാത്ത സമയം കയറി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഓൺലൈൻ സ്ട്രീമിങ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു സ്കൂളിൽ വെച്ച് എടുത്തിരുന്ന മിസ്റ്റർ ലീയുടെയും ദാമിയുടെയും ഫോട്ടോസ് പബ്ലിഷ് ചെയ്തിട്ട് ദാമിയുടെ ആ ഒരു കുഞ്ഞിൻ്റെ ഉത്തരവാദി മറ്റാരുമല്ല മിസ്റ്റർ ലീ തന്നെയാണ് എന്നൊക്കെ പറയാണ്. ഈ ഒരു കാര്യവും വളരെയധികം വൈറലാവാണ്. ഇത് കേട്ടിട്ട് റാഹി വിശ്വസിക്കുന്നുണ്ട്. ഇത് കേട്ട് വളരെയധികം ദാമിയെ പിടിച്ച് ഉപദ്രവിക്കുകയാണ് റാഹി. ദാമി ഇതൊക്കെ കേട്ട് ഇതൊന്നും സത്യമല്ല എന്ന് കരഞ്ഞ് പറയുന്നുണ്ടെങ്കിലും റാഹി സമയം പറയാണ്, നീ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, ലോകം എന്ത് വിശ്വസിക്കുന്നോ അതാണ് സത്യമെന്ന് പറയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം മിസ്റ്റർ ബങ് തരാമെന്ന് പറഞ്ഞ ഒരു പൈസ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ റാഹിക്ക് ഏകദേശം ഉറപ്പായി. അതും കൂടെ ആലോചിച്ചിട്ട് അവൾക്ക് വളരെയധികം സ്ട്രെസ് ആവാണ്. ഇങ്ങനെ ദാമി പറയുന്ന വാക്കുകൾ ഒട്ടും വിശ്വസിക്കാതെ പൈസയുടെ കാര്യം മാത്രം ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന റാഹിയെ കണ്ടിട്ട് ദാമി കുറച്ച് കാര്യങ്ങൾ പറയാണ്. എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ നഷ്ടപ്പെട്ടു പോയതല്ല, പകരം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതാണ് എന്ന്. നിങ്ങൾ ആ ബ്രിഡ്ജിൽ എന്നെ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ട് പോയ രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ട്രെയിനിൽ വെച്ചല്ല നിങ്ങൾക്ക് എന്നെ നഷ്ടപ്പെട്ടത്, ആ ബ്രിഡ്ജിൽ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഉപേക്ഷിച്ചതാണ്. ഞാനവിടെ കരഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും നിങ്ങൾ വന്നില്ല. നിങ്ങൾ എന്നെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നതും പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ. ഈ സത്യങ്ങളൊക്കെ ഞാൻ ഗ്രാൻഡ് അടുത്ത് പോയി പറയും എന്ന് പറഞ്ഞ് ദാമി അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. ദാമി അവിടുന്ന് പോവാതിരിക്കാനായിട്ട് റാഹി പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് ദാമി ആ ഒരു അക്വേറിയത്തിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് എറിയുകയാണ്. ദാമി ആ സമയം ബോധം കെട്ട് താഴെ വീഴുകയാണ്. അടുത്ത സീനിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാമിനായിട്ട് എത്തിയിരുന്ന ഹൻമൊനി, റാഹി, ഡോക്ടർ ചാ, ജിൻമോ, മിസ് ഗോ, മിസ്സിസ് ലീ എന്നിവരും പിന്നെ വേറെ കുറേ ആൾക്കാരും ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. പെട്ടെന്ന് അവരൊരു ഗൺ ഷോട്ടിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. എല്ലാവരും ആ സൗണ്ട് കേട്ടിടത്തേക്ക് ഓടി ചെല്ലുകയാണ്. ആ ഒരു സൗണ്ട് കേട്ടിടത്തേക്ക് എല്ലാവരും ചെല്ല് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു ബോബിൾ ക്യാപ്പും പിന്നെ കുറച്ച് ചോരക്കറയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീന് കൂടെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.